Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery Edavanna Edavannapara Arikod Manjeri Nilambur. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ. എടവണ്ണ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രമായ MCF-ൽ മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ പ്രതിഷേധവുമായി യൂത്ത് ലീഗ്. പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികൾ പ്രദേശം സന്ദർശിച്ചു. വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ദിവസങ്ങളായി കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് മാറ്റാനുള്ള നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം സംഭരണ കേന്ദ്രത്തിൽ വൻതോതിൽ കെട്ടിക്കിടക്കുന്നത് പ്രദേശവാസികൾക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു. നടപടി ആവശ്യപ്പെട്ട പ്രദേശത്തെ ക്ലബ് പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു. വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായ സമയത്ത് കയറ്റി പോവാത്തതാണ് സംഭരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടാൻ ഇടയാക്കിയത്. പ്രതിഷേധത്തെ തുടർന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ചെറിയ തോതിൽ മാലിന്യം കയറ്റി പോകുന്നതായും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ കൂടുതൽ മാലിന്യങ്ങൾ സംഭരണ കേന്ദ്രത്തിലേക്ക് എത്തുന്നുണ്ട്. ഇത് ഇവിടെ കെട്ടിക്കിടക്കുകയാണെന്നും ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയാണെന്നും യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തുന്നു. എടവണ്ണ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രമായ MCF-ന്റെ അടുത്താണ് ഇപ്പൊ ഞങ്ങളുള്ളത്. ഇവിടുത്തെ നമ്മുടെ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംഭരിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടെ അനവധിയായ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിൽ ഇവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികളായ ഞങ്ങൾ ഈ പ്രദേശം സന്ദർശിക്കാൻ കാരണമായത്. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഇവിടെ വലിയ കൂമ്പാരങ്ങളായിട്ട് മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇവിടുത്തെ ക്ലബിന്റെ പ്രതിഷേധം ഉണ്ടായതിനു ശേഷം 1-2 ലോറികളിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ഇന്നൊക്കെ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അതിനേക്കാളേറെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഒരു വാഹനത്തിൽ ഇവിടുന്ന് മാലിന്യം പോകുന്നുണ്ട്. ആ വാഹനം ഇവിടുന്ന് പോയിക്കോട്ടെ, പക്ഷെ ആ വാഹനം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അതിനേക്കാൾ 3 ഇരട്ടി മാലിന്യങ്ങൾ ഇപ്പൊ ഇന്ന് വാർഡുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മാലിന്യങ്ങൾ, ഇവിടെ നിലവിലുള്ള മാലിന്യങ്ങൾ ഇവിടുന്ന് നീക്കം ചെയ്യാതെ വാർഡുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പരിപാടി നിർത്തിവെക്കണം. കാരണം ഇപ്പൊ ഞങ്ങളുടെ തൊട്ട് പിറകിലുള്ള വാഹനം ഇവിടെ തടഞ്ഞിട്ട് എടുക്കുകയാണ്. കാരണം ഈ വാഹനത്തിൽ എടവണ്ണ ടൗണിലെ ഹോട്ടലുകളിൽ നിന്നും കൂൾബാറുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നിരവധിയായ വേസ്റ്റുകളാണ്. ഇപ്പൊ തന്നെ ഈ ചാർത്തുകൊണ്ടാണ് ഈ മാലിന്യം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മാലിന്യം ഇനി കൂടെ കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഇത് എന്ന് പോകുമെന്നുള്ള കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് ഒരു ഉറപ്പ് നൽകാൻ സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു ഉറപ്പ് കിട്ടാതെ ഇത് ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യും, ഇവിടുന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ ഇവിടേക്ക് ഇനി മാലിന്യങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലപാട്. അപ്പൊ അതിൽ ഒരു വ്യക്തമായ മറുപടി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്നും ഞങ്ങൾക്ക് വേണം. ശുചിത്വ മിഷന്റെ പേരിൽ പദ്ധതികളും പരിപാടികൾ ഉണ്ടാക്കി, സ്റ്റേജ് പരിപാടികൾ ഉണ്ടാക്കി കൊട്ടിഘോഷിക്കുകയല്ല വേണ്ടത്. ഇത്തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് എടവണ്ണ പഞ്ചായത്ത് വേണ്ടത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജലസംഭരണി ഉണ്ട്. ആ ജലസംഭരണിയിലേക്ക് വീഴാണ്. ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ജലസംഭരണിക്ക് വീണ്ട ആ ജലസംഭരണി മുഴുവൻ അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പകർച്ചവ്യാധിക്കും മറ്റൊക്കെ സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ പ്രദേശത്തെ ആളുകൾ, നിരവധിയായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഇത് പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ ഇന്ന് ഇവിടുന്ന് പോകുന്ന ലോറി ഇന്ന് പോകുന്നതിനപ്പുറം ഇനിയും ഇവിടുന്ന് ലോഡുകൾ പോവേണ്ടതുണ്ട്. ഇവിടുന്ന് മുഴുവൻ ലോഡുകളും ഇവിടുന്ന് പോവുകയും ഒരു പരിധിവരെ ഇവിടെ അടുത്ത് സംഭരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായതിനു ശേഷം മാത്രം വാർഡുകളിൽ നിന്നൊക്കെ വന്നാൽ മതി. വാർഡുകളിലുള്ള മിനി MCF-കൾ നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കറിയാം. വീടുകളിലുണ്ട്. ഇപ്പൊ ഈ വീടുകളിലുള്ള മാലിന്യം ആ വീട്ടുകാർ തൽക്കാലം അവിടെ വെച്ചിട്ട് ഇവിടെ നിന്നുള്ള മാലിന്യം പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കും മാന്യമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ കാര്യം ഇവിടെ നിന്നും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ ഇനി ഇങ്ങോട്ട് മാലിന്യങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്തിലെ നിലപാട്. അതല്ല ഇത് പോലീസിനെ കൊണ്ട് തടുപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പോലീസിനെ ഇടപെടുത്തിക്കൊണ്ടോ കായികപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ ഈ സമീപത്തുള്ള ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് ആ സമരത്തിനും എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നേതൃത്വം കൊടുക്കും എന്നുള്ളത് കൂടി ഞങ്ങൾ അധികൃതരെ അറിയിക്കുകയാണ്. ഇവിടെ MCF-ൽ നിന്നും ഒരു ലോഡ് കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ ലോഡിനെ ഞങ്ങൾ മാന്യമായിട്ട് ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വാർഡുകളിൽ നിന്നും കളക്ട് ചെയ്ത, അതായത് എടവണ്ണ ടൗണിൽ നിന്ന്, ഹോട്ടലുകളിൽ നിന്നും, കൂൾബാറുകളിൽ നിന്നും കളക്ട് ചെയ്ത വേസ്റ്റുമായിട്ട് ഇവിടെ വന്ന
പഞ്ചായത്തിന്റെ വാഹനം ഞങ്ങൾ ഇവിടെ തടഞ്ഞിട്ടിട്ടുണ്ട്. അത് ഈ കോമ്പൗണ്ടിന്റെ പുറത്ത് നിർത്തിയിട്ട് ഞങ്ങൾ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്, 30-ാം തീയതി ഇപ്പൊ നിലവിലുള്ള കമ്പനിയുമായിട്ട് കരാർ അവസാനിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഇവിടെ ബഹുമാനപ്പെട്ട CSR ഒക്കെ പഞ്ചായത്ത് അധികൃതരെ ബന്ധപ്പെട്ടതും ഒരു തരത്തിലുള്ള ഉറപ്പും തരാൻ പഞ്ചായത്ത് അധികൃതരെ ഞങ്ങൾ ഇവിടെ ഒരു പ്രതിഷേധവുമായിട്ട് ആളുകൾ വന്നിട്ട് ഒരു തരത്തിലുള്ള ഉറപ്പും തരാൻ പഞ്ചായത്ത് അധികൃതർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 30-ാം തീയതി ഈ കമ്പനിയുമായിട്ടുള്ള കരാർ അവസാനിക്കുന്നതിന് മുമ്പേ ഈ കണ്ട വേസ്റ്റ് മുഴുവൻ ഇവിടുന്ന് കയറ്റി പോകും എന്നുള്ളത് ഒരു വെറും വർത്താനാണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും ഈ കാര്യത്തിൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഇതിന്റെ സമരമുഖത്ത് ഇതിന്റെ മുന്നിൽ തന്നെ എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾ തരികയാണ്. ഇവിടുത്തെ നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് സമയം, ഞങ്ങൾ വളരെ കുറഞ്ഞ ഒരു 1.5 മണിക്കൂർ സമയം ഇതിന്റെ അകത്ത് നിന്നപ്പോഴേക്കും ഇതിന്റെ ദുർഗന്ധം കാരണം ഞങ്ങൾക്ക് തലവേദന തുടങ്ങി. അപ്പൊ ഇതിന്റെ സമീപത്ത് താമസിക്കുന്ന ആളുകളുടെയും അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് നിർബന്ധമായിട്ടും ഇവിടുത്തെ ആളുകളുടെ ഈ പൊതുജനങ്ങളുടെ ഗൗരവപരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായ പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്തിലേക്ക് ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളത് ഞങ്ങൾ അറിയിക്കുകയാണ്. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.